നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗന്ദര്യബോധം വിനയായപ്പോൾ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കട്ടെടുത്തു. പ്രവാസി യുവതി ദുബായ് ജയിലിൽ. ദുബായിലെ പ്രശസ്ത സ്ഥാപനത്തിലെ റിസപ്ഷനിസ്റ്റ് പ്ലാസ്റ്റിക് സർജനെ വിളിച്ച് തനിക്ക് ക്ലിനിക്കിന് പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ നൽകാമോ എന്ന് ചോദിച്ചതോടെയാണ് കളവ് പുറത്തുവരുന്നത്. ഇതോടെ പ്രവാസി യുവതി ദുബായിൽ ജയിലിലായ റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. കോസ്മെറ്റിക് ക്ലിനിക്കിലാണ് യുവതി ജോലി ചെയ്യുന്നത്. അവിടെ നിന്നും സാധനങ്ങൾ മോഷണം പോകുന്നത് പതിവായപ്പോഴാണ് ഉടമ നടത്തിയ അന്വേഷണത്തിൽ പ്രവാസി യുവതി ജയിലിലായി. സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് യുവതി മോഷ്ടിക്കുന്നത്. ബോട്ടോക്സ് ഇഞ്ചക്ഷനുകളാണ് തന്റെ സ്ഥാപനത്തിൽ നിന്നും മോഷണം പോയതെന്ന് ക്ലിനിക്കിന്റെ ഉടമ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 34 വയസ്സുകാരിയായ യുവതിയാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൻ തുകയുടെ സാധനങ്ങളാണ് യുവതി ഇവിടെ നിന്നും മോഷ്ടിച്ചിരിക്കുന്നത്. ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജൻ വഴിയാണ് യുവതിയുടെ മോഷണം സംബന്ധിച്ച് ഉടമ അറിയുന്നത് തന്നെ. സ്ഥാപനത്തിലെ റിസപ്ഷനിസ്റ്റാണ് യുവതി. പ്ലാസ്റ്റിക് സർജനെ വിളിച്ച് തനിക്ക് ക്ലിനിക്കിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്തു തരാമോ എന്ന് യുവതി ചോദിക്കുകയായിരുന്നു. ഡോക്ടർ ഇത് ഉടമയെ വിളിച്ച് അറിയിച്ചു. അങ്ങനെയാണ് മോഷണകഥ പുറത്തറിഞ്ഞത്. യുവതിയുടെ കയ്യിലുള്ള സാധനങ്ങൾ ക്ലിനിക്കിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് സംശയം തോന്നിയപ്പോഴാണ് ഡോക്ടർ ഇത് ഉടമയെ അറിയിക്കുന്നത് എന്ന് പറയുന്നു. പോലീസിൽ വിവരമറിയിക്കാൻ വേണ്ടി ക്ലിനിക്കിലെ സാധനങ്ങളുടെ കണക്കെടുക്കാൻ ഉടമ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. അപ്പോഴാണ് ഏകദേശം 21,000 ദിർഹത്തിന്റെ ഇഞ്ചക്ഷനുകൾ കാണാനില്ലെന്ന് കണ്ടെത്തുന്നത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിൽ നിന്നാണ് റിസപ്ഷനിസ്റ്റ് ഇഞ്ചക്ഷനുകൾ മോഷ്ടിച്ചു എന്ന് കണ്ടെത്തുന്നത്. ഇങ്ങനെ തെളിവുകൾ സഹിതമാണ് പോലീസിന് ഉടമ പരാതി കൈമാറുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന്റെ വിചാരണ പൂർത്തിയായത്. ഇതോടെ യുവതിക്ക് തടവും ശിക്ഷയും ലഭിച്ചു. 3 മാസം ജയിൽ ശിക്ഷയും മോഷ്ടിച്ച സാധനങ്ങളുടെ വിലയ്ക്ക് തുല്യമായ 21,000 ദിർഹം പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൂടാതെ ശിക്ഷ കഴിഞ്ഞാൽ UAE-യിൽ നിന്നും നാടുകടത്താനാണ് വിധിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.